നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മുടെ നാട്ടിലൊരു മഹാനുണ്ടെന്നറിഞ്ഞാൽ ആ മഹാനോടും നമ്മൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ നദാ ഹയാത്തിലുള്ള കാലത്ത് മദീനത്ത് വരണ്ടുണങ്ങിയ മണ്ണുണ്ടാവുകയാണ്, മഴ നിശ്ചലമാവുകയാണ്. സ്വഹാബത്ത് ദുആ ചെയ്യുകയാണ്. കൂട്ടത്തിൽ ഏറ്റവും മഹോന്നതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ആവശ്യപ്പെടുകയാണ്. ഹബീബായ തങ്ങൾ മഴ വാങ്ങിക്കൊടുക്കുകയാണ്. ഒരാഴ്ചക്കാലം മദീനത്ത് മഴ തിമിർത്തു പെയ്യുകയാണ്. വെള്ളം കൂടിയപ്പോൾ അതിന്റെയും ആവലാതിയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലെത്തുകയാണ്. ഹബീബായ തങ്ങൾ അല്ലാഹുവിനോട് റെക്കമെൻഡ് പറഞ്ഞു മഴ മറ്റൊരിടത്തേക്ക് മാറ്റിക്കൊടുക്കുകയാണ്. അപ്പൊ ഒരു ദുആ അല്ലാഹുവിനോട് ദ്വാരക്കാവും. പക്ഷെ നമ്മൾ അല്ലാഹുവിനോട് നടത്തുന്ന ദുആ അല്ലാഹ് സ്വീകരിക്കാൻ നല്ല സമയവും സന്ദർഭവുമുണ്ട്. അതിനാവശ്യമായ സൽക്രമങ്ങളുണ്ട്. അതിനാവശ്യമായ നല്ല ആളുകളുടെ റെക്കമെൻഡ് ഉണ്ട്. അല്ലേ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു മഹാൻ, ഒരു ആലിം, ഒരു സയ്യിദ്, ഒരു സ്വാലിഹേ, നമ്മൾ ദുആ ചെയ്യുന്നതിന്റെ പുറമെ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ അവരോട് നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. ഇതുപോലെ അവർ മരണപ്പെട്ടാലും അവർ മരണപ്പെട്ടതിന്റെ ശേഷവും ഹയാത്തുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ അവരോട് ദുആ ചെയ്യാൻ റെക്കമെൻഡ് പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതെന്തിനാ? നമ്മൾ ഈ നടത്തുന്ന ദുആ അല്ലാഹ് സ്വീകരിക്കാനാണ്. ഒന്ന്, മഹാന്മാരോട് ബന്ധപ്പെടുന്നത് അവരെ ബഹുമാനിക്കലാണ്. ആ ബഹുമാനം ഒരു സൽക്രമമാണ്. ഈ ദുആ സ്വീകരിക്കാൻ അതൊരു കാരണമാണ്. മറ്റൊന്ന്, നമ്മൾ അവരോട് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറയുന്നത് ഹയാത്ത് കാലത്തെന്ന പോലെ അവർ നമുക്ക് വേണ്ടി റബ്ബിനോട് നമ്മുടെ ആവശ്യം പറയാനാണ്. ഇതിന്റെ അർത്ഥം നമ്മൾ അല്ലാഹുവിനോട് ദ്വാരക്കേണ്ടത് നമ്മൾ മുഴുവൻ ഔലിയാക്കളോടാണ് എന്ന ഒരു വാദം മുസ്ലിമീങ്ങളിലില്ല.